Hello students. Today we are going with the pulsed electric field processing. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിസർവേഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് പ്രിസർവേഷൻ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ എന്താണ് പ്രിസർവേറ്റീവ്സ് എന്നും എന്തൊക്കെ ടൈപ്പ് പ്രിസർവേറ്റീവ്സ് ആണുള്ളത് എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് പ്രിസർവേഷൻ ചെയ്യുന്ന രീതിയൊക്കെ പഠിച്ചു. അപ്പം ഇനി പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ മെഷീനറീസ് ഉപയോഗിച്ചിട്ട് സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഫുഡിനെ എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു മെത്തേഡാണ് പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞത്. ഇതൊരു സ്പെഷ്യൽ എക്യുപ്മെന്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫുഡ് പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Pulse electric field processing എന്ന് പറഞ്ഞാൽ it is a revolutionary method for food preservation. It uses high voltage electric pulses to inactivate microorganism efficiently. അപ്പം ഫുഡിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് പൾസസ് ആണ്. ഹൈ വോൾട്ടേജിലുള്ള ഇലക്ട്രിക് പൾസസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. Next we can see what are the basic principles of PEF. ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത് ഫുഡിലൂടെ പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രോസസ്സിംഗ് നടക്കുമ്പോൾ ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് പൾസസ് ആണ് ഫുഡിലൂടെ കടത്തിവിടുന്നത്. അങ്ങനെ കടത്തിവിടുന്ന സമയത്ത് ഈ മൈക്രോ ഓർഗാനിസത്തിന് സംഭവിക്കുന്നത് അതിൻ്റെ സെൽ മെംബ്രെയിൻ ഡിസ്ട്രപ്ഷൻ ആണ്. മൈക്രോ ഓർഗാനിസത്തിൻ്റെ സെൽസിനെ ഈ വോൾട്ടേജ് അല്ലെ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ട്രക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് സംഭവിക്കുകയാണ് ഈ മെംബ്രെയിൻ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുമ്പോൾ അതിനുള്ളിലുള്ള സെൽസിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസസ് ഒക്കെ പുറത്തേക്ക് പോയിട്ട് സെൽസിന് ഇനാക്ടിവേഷൻ വരികയാണ്. സെൽസ് ഡിസ്ട്രക്റ്റഡ് ആവുകയാണ്. അങ്ങനെ മൈക്രോ ഓർഗാനിസം ഇനാക്ടിവേറ്റ് ആവുകയാണ്. അങ്ങനെയാണ് പൾസ് ഇലക്ട്രിക് ഫീൽഡ് പ്രോസസ്സിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. So when exposed to high electric field, the semi-permeable membranes experience structural changes leading to pore formation. അതായത് semi-permeable membrane structural changes വന്നിട്ട് അതിൽ പോർസ് ഫോം ചെയ്യും. പോർസ് ഫോം ചെയ്യുമ്പോൾ അതിന് സെൽ ഇൻറ്റഗ്രിറ്റിനെ ഒക്കെയാണ് ബാധിക്കുക. അതിലുള്ള കണ്ടന്റ് ഒക്കെ പോയി പോകും. അങ്ങനെ അത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെയുള്ള മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ഹീറ്റിംഗ് എന്നാണ്. ഹീറ്റ് ആവുന്നില്ല ഫുഡിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു മെത്തേഡിലൂടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. The statutory disruption is essential for maintaining food quality while ensuring safety, enhancing the effectiveness of preservation method, supporting the food industry in producing safe and nutritious product. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മൈക്രോ ഓർഗാനിസം സെൽ ഡിസ്ട്രപ്ഷൻ സംഭവിച്ചിട്ട് സെൽ മെംബ്രെയിൻ്റെ ഡിസ്ട്രപ്ഷൻ സംഭവിച്ചിട്ട് ഇനാക്ടിവേറ്റ് ആകും. അതുപോലെ ഫുഡിന് ഒരു കംപ്ലൈൻസ് ഒന്നും വരില്ല, കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട്. അങ്ങനെ ഫുഡിന്റെ സേഫ്റ്റി അവിടെ എൻഷുർ ചെയ്യാണ്. പൾസ്ഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രോസസ്സിംഗിൽ സംഭവിക്കുന്നത് മൈക്രോ ഓർഗാനിസത്തിന്റെ സെല്ലിൻ മെംബ്രെയിൻ ഡിസ്ട്രക്റ്റഡ് ആയിട്ട് അതിലുള്ള സബ്സ്റ്റൻസസ് ഒക്കെ പുറത്തേക്ക് ലോസ് ആയി പോകും. അങ്ങനെ സെൽ ഇനാക്ടിവേഷൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഇനാക്ടിവേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെയാണ് ഇലക്ട്രോപോറേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോപോറേഷൻ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് റിവേഴ്സിബിളും രണ്ട് ഇറിവേഴ്സിബിളും. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോപോറേഷൻ ക്രിയേറ്റ്സ് ടെമ്പററി പോർസ് ഇൻ ദി സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ ടെമ്പററി ആയിട്ടാണ് പോർസ് ഫോം ചെയ്യുന്നത്. ടു അലോ സബ്സ്റ്റൻസ് ടു പാസ് വിത്തൗട്ട് കോസിങ് സെൽ ഡെത്ത്. സെൽ ഡെത്ത് സംഭവിക്കുന്നില്ല, ടെമ്പററി പോർസ് ഫോം ചെയ്യുന്നുള്ളൂ റിവേഴ്സിബിളിൽ. ഇറിവേഴ്സിബിൾ ഇലക്ട്രോപോറേഷൻ ലീഡ് ടു പെർമനന്റ് ഡാമേജ് ഓഫ് സെൽ മെംബ്രെയിൻ, റിസൾട്ടിങ് ഇൻ ടു മൈക്രോബിയൽ ഇനാക്ടിവേഷൻ. It is essential for food preservation. We can move into components and mechanism. PEFന്റെ മെയിൻ കോമ്പണൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പവർ സപ്ലൈ. നമ്മൾ പറഞ്ഞു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് പൾസസ് പാസ് ചെയ്തിട്ടാണ്. അപ്പം പവർ സപ്ലൈ നിർബന്ധമാണ് ഇവിടെ. അതുപോലെ പൾസ് ജനറേറ്റർ ആവശ്യമാണ്. ഇറ്റ് ജനറേറ്റ്സ് ഹൈ വോൾട്ടേജ് പൾസസ് ഫോർ ട്രീറ്റ്മെന്റ്. ഇവിടെയുള്ള ട്രീറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഹൈ വോൾട്ടേജ് പൾസസ് ആണ്. നെക്സ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് ചാമ്പർ ആവശ്യമുണ്ട്. ഈ ട്രീറ്റ്മെന്റിലാണ് നമ്മൾ ഫുഡ് വെക്കുന്നത്. ട്രീറ്റ്മെന്റിന്റെ സമയത്ത് ഫുഡ് വെക്കാൻ ഒരു ചാമ്പറും അത്യാവശ്യമാണ്. ഇതാണ് 3 കോമ്പണൻസ് ഓഫ് PEF. എന്തൊക്കെയാണ്? പവർ സപ്ലൈ, പൾസ് ജനറേറ്റർ, ട്രീറ്റ്മെന്റ് ചാമ്പർ. Next part are the steps of process of PEF. First, food is placed in the treatment chamber. Then high voltage pulses are applied to the food. Then there is electric field formation happened around the food. There is electric field passes through the food. So due to this electric field, microbial cell membranes rupture and thereby microbes inactivated. Then food exits with a minimal temperature rise.
foods of PEF application. Suitable for pulsed electric field processing are the pumpable liquids like fruit juices, vegetable juices, and dairy products, beverages, and these foods are preserved by using PEF. Then we can see what are the PEF applications in food industry. First one is microbial inactivation. PEF effectively inactivate microbes by destructing its cells by using the high voltage current. So it extends shelf life of juices, liquids or liquids dairy products, curd like. Next, it enhances juice extraction. PF improves yield and quality of extracted juices. Nutritional effects of PEF. PEF minimally affects sensitive nutrients like vitamins, minerals. Okay, it preserves vitamins, antioxidants, and overall food quality compared to traditional methods. Since heating become a reason for the lossage of vitamins like heat sensitive vitamins. So here does not produce heat, so it preserves nutrients. Compare the PEF with the traditional method. Traditional methods produce heat. But PEF does not produce heat. It is a non-thermal processing. PEF is a non-thermal. Thermal means heat. So non-thermal method ആണ് PEF എന്നുള്ളത്. So pulsed electric field processing significantly differs from traditional thermal processing. Traditional methods heat produce ചെയ്യും, PEF heat produce ചെയ്യുന്നില്ല. അത് തന്നെയാണ് മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. It operates under lower temperature. So it minimize nutrient loss and preserving food quality. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ന്യൂട്രിയൻ ലോസും മിനിമൽ ആണ്. അതുപോലെ ഫുഡിന്റെ ക്വാളിറ്റിയും അത് പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഫ്ലേവർ ഇന്റഗ്രിറ്റി. While thermal methods often lead to undesirable alteration, high energy consumption, highlighting PEF's advantages of food preservation. തെർമൽ മെത്തേഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എന്തായാലും ചേഞ്ച് ആവും. അതുപോലെ ടെക്സ്ചറും കളറും ഒക്കെ മാറാം. പക്ഷെ PEF അങ്ങനെയൊന്നും ടേസ്റ്റ് ഒന്നും ഫ്ലേവർ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.